ഹായ് എവരിവൺ, സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ ദിവസത്തെ ഞാൻ എന്താ ചെയ്യാൻ പോകുന്ന ഒരു സ്മോക്കി ഐസ് ട്യൂട്ടോറിയലാണ് വിത്ത് ദ ന്യൂഡ് ലിപ്സ്. സോ ഇതാണ് അതിൻ്റെ ലുക്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കുറച്ച് മോയ്സ്ചറൈസർ ഉപയോഗിക്കാം. മോയ്സ്ചറൈസറിന് ഇവിടെ ഉപയോഗിക്കുന്നത് സെറ്റാഫിലിൻ്റെ മോയ്സ്ചറൈസറാണ്. ഓക്കെ, ഇത് നമുക്ക് നമ്മുടെ മേക്കപ്പ് ഒന്ന് സെറ്റ് ആകാൻ വേണ്ടിയിട്ട് നമ്മൾ മോയ്സ്ചറൈസർ ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും. ഐ മീൻ മേക്കപ്പ് ഇടുന്നതിന് മുമ്പ്. സോ കുറച്ച് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനി മോയ്സ്ചറൈസർ ഇട്ടു. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ഫൗണ്ടേഷൻ ഉപയോഗിക്കാം. ഞാനിവിടെ ഇന്ന് കൺസീലർ ഉപയോഗിക്കുന്നില്ല, അപ്പോൾ അതിന് പകരം ഞാനൊരു ഫൗണ്ടേഷൻ ഉപയോഗിക്കാൻ പോവാണ് ഡയറക്റ്റ്ലി ആയിട്ട്. ഞാനിവിടെ ഉപയോഗിക്കുന്നത് ലാക്മിയുടെ ഒരു ഫൗണ്ടേഷനാണ് കേട്ടോ. ലാക്മി മൾട്ടി ലെയർ കവർ സ്റ്റിക്ക് എന്ന് പറയുന്നൊരു ഫൗണ്ടേഷൻ. ഇതൊരു നല്ലൊരു ഫൗണ്ടേഷനാണ് കേട്ടോ. നമ്മുടെ നല്ലൊരു കവറേജും ഉണ്ട്, അതേസമയം നല്ല ബ്ലെൻഡബിളുമാണ്. കണ്ടോ, ഇത് നമ്മുടെ സ്കിന്നിൻ്റെ ഇംപെർഫെക്ഷൻ ഇത് കണ്ടോ, ഇങ്ങനെ ഇടുക. ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഒരിക്കലും നമ്മുടെ ഈ ഫൗണ്ടേഷനിൽ നിന്നും നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്യാൻ പാടില്ല. ഭയങ്കര അൺഹൈജീനിക്. നമുക്കൊരു ബേസിന് എപ്പോഴും നല്ലതാണ് ഈ ഒരു ഇത് ചെയ്യാൻ. നമുക്ക് വേണമെങ്കിൽ കൈ കൊണ്ട് തന്നെ ചെയ്യാം. ഇതൊക്കെ ബ്ലെൻഡബിൾ ആയിട്ടുള്ളത്. ഇത് ഭയങ്കരമായിട്ട് കണ്ടോ, ഭയങ്കരമായിട്ട് എൻ്റെ സ്കിന്നിലേക്ക് ബ്ലെൻഡ് ആയിട്ടുണ്ട്. എൻ്റെ കറക്റ്റ് ഷെയ്ഡൊക്കെ തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിങ്ങനെ ബ്രഷ് വെച്ചും ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഫൗണ്ടേഷൻ ഇട്ട് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് നമുക്ക് കുറച്ച് ബ്രോൺസർ ഉപയോഗിക്കാം. ബ്രോൺസർ ഞാനിവിടെ ഉപയോഗിക്കുന്നത് വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ബ്രോൺസറാണ്. നമ്മൾ ചീക്ക് ബോൺസിൻ്റെ അവിടെ ആയിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം ബ്രോൺസർ. പിന്നെ ഇവിടെ ആയിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. പിന്നെ നെറ്റിയുടെ ഭാഗത്തായിട്ടും കുറച്ചൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഈ മൂക്കിൽ നമ്മൾ ചെയ്യുമ്പോൾ ആക്ച്വലി നമ്മൾ ചെറിയ ബ്രഷാണ് ഉപയോഗിക്കേണ്ടത്, പക്ഷെ ഞാനിവിടെ വലിയ ബ്രഷാണ് ഉപയോഗിച്ചത്. ജസ്റ്റ് ഒന്ന് തൂത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ബ്രോൺസർ ഉപയോഗിച്ചല്ലോ. ഇനി നമുക്ക് കുറച്ച്
ഇനി നമുക്കൊന്ന് ഞാൻ ബ്ലഷ് ഇവിടെ അവോയ്ഡ് ചെയ്യുകയാണ്, കാരണം ഈ ഒരു ലുക്കിന് ബ്ലഷിൻ്റെ ആവശ്യമില്ല, സ്മോക്കി ഐസ് അല്ലേ. അപ്പോൾ നമുക്കിനി നേരെ ഐസിലോട്ട് കിടക്കാം. ഞാനിവിടെ ഉപയോഗിക്കുന്ന നിക്സ് എന്ന പാലറ്റിൽ നിന്ന് ഇതൊരു ഹൈലൈറ്റിംഗ് ആൻഡ് കോണ്ടർ പ്രോ പാലറ്റാണിത്. പക്ഷേ ഇത് നമുക്ക് കണ്ണിൽ ഉപയോഗിക്കാൻ പറ്റുമല്ലോ, കണ്ണിലും ഉപയോഗിക്കാൻ പറ്റും, ഐസ് മേക്കപ്പിന് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഞാനിത് എടുക്കുവാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊന്ന് ഞാൻ ഇതിപ്പോഴല്ല ഇത് ചെയ്യേണ്ടത്. നമുക്ക് ആദ്യം ഒന്ന് ജസ്റ്റ് നമ്മുടെ ഒന്ന് ഒരു ഐലൈനർ, ഒരു കാജലെടുക്കുക. കാജലെടുത്തിട്ട് കണ്ണിൻ്റെ കൂടെയായിട്ട് ഒന്ന് വരച്ച് കൊടുക്കുക. റഫ്ലി വരച്ചാൽ മതി, നമുക്കിത് പെർഫെക്റ്റ് ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം നമ്മളിതിനി ബ്ലെൻഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ഇനി നമ്മൾ ഇങ്ങനെ ഒരു ബ്രഷ് എടുക്കുക, എന്നിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ നമുക്ക് അത് കുറച്ചുകൂടെ നല്ലതായിട്ടൊന്ന് ബ്ലെൻഡബിൾ ആക്കണം കേട്ടോ. ഇങ്ങനെ ആക്കിയാൽ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഫിംഗർ ടിപ്സ് എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ചെയ്ത് കൊടുത്താലും മതി. എന്നാലും ഇച്ചിരി ഒരു ബ്ലെൻഡബിൾ ആവണം കേട്ടോ. ഈ നമ്മൾ ഉപയോഗിക്കുന്ന കാജൽ ഇച്ചിരി ബ്ലെൻഡബിൾ ആയിട്ടുള്ള ഒരു കാജലാവണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഹാർഷായിട്ടൊന്നും നമുക്ക് ഇവിടെ കാണരുത്. ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഈ പാലറ്റ്, ഞാൻ പറഞ്ഞ ഈ പാലറ്റ് ഉപയോഗിക്കാം. അതിനകത്ത് നമുക്ക് ഒരു ബ്രൗൺ കളർ ഉപയോഗിക്കാം. ആദ്യം നമുക്ക് വേണമെങ്കിൽ ഒരു ബേസ് ഇട്ട് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു വൈറ്റ് ഉപയോഗിക്കാം. ഈ വൈറ്റ് ബേസിന് വേണ്ടിയിട്ട് ഒരു ബ്രൗണിഷ് കളർ ഉപയോഗിക്കാം. കുറച്ചൊന്ന് സ്മോക്കി ആയിട്ടുണ്ട്, പക്ഷെ അത് ഇതിലൂടെ കാണുമ്പോൾ ഇങ്ങനെയാണ് എനിക്കറിഞ്ഞൂടാ. പിന്നെ നമുക്കിനി കുറച്ച് മസ്കാര നമുക്ക് ലാസ്റ്റ് ഉപയോഗിക്കാം. അപ്പം നമുക്കിനി ഐബ്രോസ് ഒന്ന് ചെയ്യാം. ഐബ്രോസ് ഞാൻ ഇവിടെ സാധാരണ ഒരു ബ്രോ പെൻസിലാണ് എടുക്കുന്നത്. ജസ്റ്റ് ഒന്ന് കോംബ് ചെയ്തു. ഓക്കെ, അപ്പം ഞാൻ ബ്രോസ് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഈ പാലറ്റിനെ എടുത്തിട്ട് കണ്ണിൻ്റെ അടിയിലായിട്ട് ഇങ്ങനെ എഴുതി കൊടുക്കും. ഓക്കെ, അപ്പോൾ കണ്ണിൻ്റെ ഏകദേശം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിനി മസ്കാരോട് ഉപയോഗിക്കാനുണ്ട്. മസ്കാരയ്ക്ക് ഞാൻ ഇവിടെ എടുക്കുന്നത് ലോറിയൽ വോളുമിനസ് ലാഷ്
പാരഡൈസ് എന്ന് പറയുന്നൊരു മസ്കാരയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ മസ്കാര ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളുടെ ലിപ്സിലേക്ക് പോകാം. ലിപ്സിന് ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഷാംബറിൻ്റെ ഒരു ലിപ് ഗ്ലോസ്സാണ് ഉപയോഗിക്കുന്നത്. ഇത് ആക്ച്വലി ഒരു ലിപ് ഗ്ലോസ്സാണ്, ഇത് ലിപ്സ്റ്റിക് അല്ല കേട്ടോ. നല്ലൊരു ഷെയ്ഡാണിത്, അത്യാവശ്യം പ്രൈസിയാണ് കേട്ടോ ഇത്. ഓക്കെ, അപ്പോൾ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് മേക്കപ്പ്. അപ്പോൾ ഓക്കെ, അപ്പോൾ എൻ്റെ ഈ ഒരു ലുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, മറക്കാതെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയറും ചെയ്യുക. ഓക്കെ, സോ അടുത്ത ദിവസം വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ടാറ്റാ, ബൈ ബൈ.